മലപ്പുറത്ത് മുൻ എംഎൽഎ പി.വി. അൻവറിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം മിന്നൽ പരിശോധന നടത്തുകയാണ്. സർക്കാർ ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് 12 കോടി രൂപ വായ്പ എടുത്തു എന്ന കേസിലാണ് നടപടി. അൻവറിനെതിരായ സാമ്പത്തിക തിരിമറി കേസുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇഡിയുടെ പരിശോധന. പി.വി. അൻവറിന്റെ ഡ്രൈവർ സിയാദിന്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷൻ നമുക്കൊപ്പം ചേരും. വളരെ നിർണായകമായ പരിശോധനയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. പി.വി. അൻവർ മുൻ എം.എൽ.എ. ആണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇഡിയുടെ പരിശോധന നടക്കുകയാണ്. മിന്നൽ പരിശോധനയാണ് എൻഫോഴ്സ്മെന്റ് സംഘം നടത്തുന്നത് എന്നുള്ളതാണ്. സർക്കാർ ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് 12 കോടി രൂപ വായ്പ എടുത്തു എന്ന കേസിലാണ് നടപടി. അൻവറിനെതിരായ സാമ്പത്തിക തിരിമറി കേസുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇഡിയുടെ പരിശോധന എന്നുള്ളതാണ്. പി.വി. അൻവറിന്റെ വീട്ടിൽ മാത്രമല്ല, ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരും നിരീക്ഷണത്തിലാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഡ്രൈവർ സിയാദിന്റെ വീട്ടിലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പരിശോധന നടത്തുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. നമുക്കിപ്പം വാർത്തയുടെ വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, വളരെ എത്ര സമയമായി ഈ പരിശോധന നടന്നി തുടങ്ങിയിട്ട്, ഒപ്പം തന്നെ ഈ അൻവറുമായി ബന്ധപ്പെട്ട ഉള്ളവരും നിരീക്ഷണത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഡ്രൈവറുടെ വീട്ടിലടക്കം പരിശോധന നടക്കുന്നുണ്ട്. ഏതാണ്ട് എത്ര സമയം പൂർത്തിയാകുന്നു ഈ പരിശോധന തുടങ്ങിയിട്ട്? രാഖി, രാവിലെ 7 മണിക്കാണ് അൻവറിന്റെ മഞ്ചേരിയിലെ വീട്ടിൽ പരിശോധന തുടങ്ങിയത്. 7 മണിക്ക് തന്നെ ഇഡി സംഘം അൻവറിന്റെ വീട്ടിലെത്തിയിരുന്നു. അൻവർ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നതിനെ തുടർന്നാണ് ഇഡി സംഘം പരിശോധന നടത്തുന്നത്. അൻവറിന്റെ സഹായിയും ഡ്രൈവറുമായിട്ടുള്ള സിയാദിന്റെ വീട്ടിൽ കൂടി ഇഡി സംഘം ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുകയാണ്. ഏകദേശം 3-ലധികം മണിക്കൂറായി ഇഡി സംഘം അൻവറിന്റെ വീട്ടിൽ പരിശോധന തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അൻവറിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വിജിലൻസ് അൻവറിന്റെ പാർക്കിൽ പരിശോധന നടത്തിയിരുന്നു. ചില ക്രമക്കേടുകൾ വിജിലൻസും കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് ഇഡി സംഘം അൻവറിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ്. നിലവിൽ അൻവർ 12 കോടിയോളം രൂപ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വായ്പ എടുത്തിരുന്നു. ഈ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് അൻവർ നടത്തിയത് എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഈ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും അൻവറും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ്. അതായത് അൻവറിന്റെ കൈവശം ഒരു ഭൂമി ഉണ്ടായിരുന്നു. ഈ ഭൂമി ഈ ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വായ്പ വെച്ചാണ് അൻവർ 12 കോടിയിലധികം രൂപ എടുത്തത്. പക്ഷേ ഈ ഭൂമിക്ക് അത്തരത്തിലുള്ള വലിയ തുകയ്ക്കുള്ള ആ ഭൂമി വെച്ച് ഇത്രയധികം തുക നൽകാൻ കഴിയില്ല എന്നും, അത് ഈ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും അൻവറും ഒരു വലിയ തട്ടിപ്പ് നടത്തി അതിന്റെ ഭാഗമായാണ് അൻവറിന് ഇത്ര വലിയ തുക ലോൺ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇഡി സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കൂടി ഇഡിയുടെ നിരീക്ഷണത്തിലുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. എന്തായാലും അൻവറിന്റെ വീട്ടിൽ ഇപ്പോഴും ഇഡി സംഘം പരിശോധന തുടരുകയാണ്. ഇന്ന് രാവിലെ 7 മണിക്കാണ് ഇഡി സംഘം അൻവറിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. മഞ്ചേരിയിലെ വീട്ടിലാണ് പരിശോധന തുടരുന്നത്. അൻവറിന്റെ സഹായിയും അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്ണറും ഡ്രൈവറും ഒക്കെ ആയിട്ടുള്ള സിയാദിന്റെ വീട്ടിൽ കൂടി പരിശോധന തുടരുന്നുണ്ട്. അൻവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ ചില നിർണായക രേഖകൾ അത് ഇഡി സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ഈ ഇഡി കൊച്ചി യൂണിറ്റും അതുപോലെ കോഴിക്കോട് യൂണിറ്റും ഒക്കെ തന്നെയാണ് അൻവറിന്റെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ്. രാഖി.